ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പോൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലുണ്ടല്ലോ പില്ലോ പ്രൊട്ടക്ടർ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുള്ളത് ഫസ്റ്റ് ടൈം കേൾക്കുകയാണെന്ന്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാനത് ഷെയർ ആക്കിയത്. കാരണം പലർക്കും ഇങ്ങനൊരു പ്രൊട്ടക്ടർ അവൈലബിൾ ആണെന്ന് അറിയാത്തവരുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. കാരണം ഞാനുണ്ടല്ലോ മാട്രസ് മേടിക്കുന്ന സമയത്ത് പില്ലോസിന് പ്രൊട്ടക്ടർ ഉണ്ടോയെന്ന് ഞാൻ അവിടെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഷോപ്പുകാർ പറഞ്ഞത് അങ്ങനെ ഒരു പ്രോഡക്റ്റ് അവർക്കില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. മാട്രസിന് മാത്രം പ്രൊട്ടക്ടർ ഇറക്കുന്നുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയത്. കാരണം നമ്മൾ പില്ലോസ് നല്ല ക്വാളിറ്റി ഉള്ള പില്ലോസൊക്കെ മേടിക്കുമ്പോൾ നല്ല വിലയാകുമല്ലോ. എന്നിട്ട് നമ്മൾ ഇതിനൊരു പ്രൊട്ടക്ടർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ ഫെയ്ഡായി പോകും. മിക്ക പില്ലോസും വൈറ്റ് കളറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് തീർച്ചയായിട്ടും അതിനൊരു പ്രൊട്ടക്ടർ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കളർ ഫെയ്ഡായി ആകെ മോശമായി പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഓൺലൈനിൽ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പല ക്വാളിറ്റി പ്രോഡക്ട്സും ഓൺലൈനിൽ അവൈലബിൾ ആണെന്ന്. അതുപോലെ തന്നെ പല മെഷർമെൻറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നമ്മുടെ പില്ലോസിൻ്റെ മെഷർമെൻ്റ് എടുക്കുക, എന്നിട്ട് ഓൺലൈനിൽ ചെക്ക് ചെയ്യുക. നമുക്ക് പറ്റിയ ക്വാളിറ്റി നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. മെഷർമെൻറ്റും ക്വാളിറ്റിയും ചെക്ക് ചെയ്തിട്ട് വേണം ഈ പ്രൊട്ടക്ടർ മേടിക്കാനായിട്ട്. ഭയങ്കര ഈസിയാണ് നമുക്ക് എന്താ പറയുക, ഈ ഒരു പ്രൊട്ടക്ടർ ഉണ്ടെങ്കിൽ. കാരണം നമ്മുടെ പില്ലോസ് ശരിക്കും വാട്ടർ പ്രൂഫും ആയിരിക്കും, ഓയിൽ പ്രൂഫായിട്ട് ഉള്ള പ്രൊട്ടക്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ പില്ലോസ് ഒരിക്കലും കളർ ഫെയ്ഡ് ആവില്ല കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ കണ്ടോ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഇതേപോലത്തെ ബോട്ടിൽ തന്നെ 1000 ml ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പൾസസ് ഒക്കെ ഇട്ട് വെക്കാൻ അടിപൊളി യൂസ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ 500 ml ബോട്ടിലാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്പൈസസ് ഇട്ട് വെക്കാനാണ് കേട്ടോ. മെയിനായിട്ട് ഈ പെരിഞ്ജീരകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതൊരു 6 ബോട്ടിലിൻ്റെ സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ ഇതിനൊരു സ്പൂണും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതലും ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ഇങ്ങനത്തെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഷോപ്പിൽ നോക്കുമ്പോൾ ഇതിനേലും വില കൂടുതൽ, അതായത് ഓൺലൈനിലാണ് കുറച്ചുകൂടി വിലക്കുറവ് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം ഓൺലൈനിൽ അങ്ങ് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. അതിനു വേണ്ടി നടക്കുകയും വേണ്ട, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത ബോട്ടിൽ ഞാൻ നല്ല ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്പൈസസ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹോൾ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു ബോട്ടിലാണ് കേട്ടോ ഇത്. പെരിഞ്ജീരകം, നല്ല ജീരകം, കുരുമുളക്, ഗ്രാമ്പു, പട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു 500 ml ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ. ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 ബോട്ടിൽസിൻ്റെ സെറ്റാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. വിലയും അത്ര കുഴപ്പമില്ലാത്ത പ്രൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കുക, അടിപൊളി സംഭവമാണ് കേട്ടോ.
പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിയാണ് കേട്ടോ. മല്ലി മേടിച്ചതുണ്ടായിരുന്നു, അപ്പോൾ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ടേ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിൽ. ഇങ്ങനെ സ്പൈസസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഞാൻ ഈ ഒരു റാക്കിലാണ് കേട്ടോ ഈ ബോട്ടിൽസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഭംഗിയിലിരുന്നോളും ഈ ഒരു റാക്കിലാവുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു റാക്കിലാണ് ഈ ഒരു 500 ml ബോട്ടിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ കിച്ചണ് നല്ല ലുക്കായില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ റാക്ക് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബോട്ടിൽസൊക്കെ മേടിച്ച് നമുക്ക് അടിപൊളിയാക്കി വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഞാൻ എപ്പോഴും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞ ശേഷമാണ് എടുത്ത് വയ്ക്കുന്നത്. അതൊരു ബോക്സിലാക്കിയാണ് വെക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ വെക്കുന്ന ഒരു ബോക്സ് എന്ന് പറയുന്നത് ഓൺലൈനിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. ഇതിനെന്താ ഇങ്ങനൊരു സംഭവം ഉണ്ടേ. ഈ ഒരു ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ബോക്സിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് അടിയിൽ പോയി ഊറിക്കിടന്നോളും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇഞ്ചിയിലൊന്നും വെള്ളം ആവില്ല. ആ ഇഞ്ചിയിലുള്ള വെള്ളമൊക്കെ താഴേക്ക് ഇറങ്ങി അവിടെ താഴെ കിടന്നോളും. അപ്പോൾ ഇഞ്ചി ചീഞ്ഞ് പോകാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. ഇതുപോലെ ഇതിപ്പോൾ ഒരു 6 ബോക്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഒരു സെറ്റായിട്ടാണ് വരുന്നത് കേട്ടോ, 6 ബോക്സ്. അപ്പോൾ ഇതിൽ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാം. അതുപോലെ മീൻ, എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നല്ല വീഡിയോസായിട്ടൊക്കെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.